പ്രശസ്തനായ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് ക്രൈസ്തവ ലോകത്തിന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സിഖ് കുടുംബത്തിൽ ജനിച്ച് പഞ്ചാബിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് സുന്ദർ സിംഗ്. അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ തന്റെ മതപരമായ കാര്യങ്ങളൊക്കെ പഠിക്കുകയും ആ ഒരു തലത്തിലൊക്കെ ജീവിക്കുകയും ചെയ്തു. പക്ഷേ തന്റെ ചെറുപ്പകാലത്തിൽ തന്നെ ഇങ്ങനെ മിഷണറിമാർ കൊടുക്കുന്ന പുതിയ നിയമം ബൈബിളിന്റെ ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ തന്റെ ആ ഉള്ളിൽ കിടന്ന വൈരാഗ്യ നിമിത്തം ഈ ബൈബിളൊക്കെ വലിച്ചു കീറി തീരിട്ട് കത്തിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇടയാകുന്നത്. പക്ഷേ ഒരു ദിവസം ഈ ദൈവിക ചിന്ത തന്റെ മനസ്സിനകത്ത്, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ കിടന്ന് തിളച്ചു മറിയാനായി തുടങ്ങിയപ്പോൾ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്കറിയണം എന്ന് കരുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ എനിക്കത് കാണണം, എനിക്കത് അറിയണം, എനിക്കത് അനുഭവിക്കണം. ഇല്ലെങ്കിൽ എൻ്റെ വീടിന് തൊട്ടടുത്തൂടെ കടന്നു പോകുന്ന ട്രെയിനിന്റെ അടിയിൽ തലവെച്ച് ഞാൻ മരിക്കും. ഇങ്ങനെയാണ് അദ്ദേഹം തീരുമാനിച്ചത്. അദ്ദേഹം അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ മുറിക്കകത്ത് മുഴുവൻ ഇരുട്ടാണെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വലിയ വെളിച്ചം കണ്ടു. അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരിക്കലും തനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവർണ്ണനീയമായ ഒരു തേജസ്, വലിയ പ്രകാശം താൻ കാണുകയാണ്. എന്താണെന്നറിയാത്ത ഞെട്ടി വിഷമിച്ചിരിക്കുമ്പോൾ ആ പ്രകാശത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം താൻ കേൾക്കുകയുണ്ടായി. അത്രേ, നീ അന്വേഷിക്കുന്ന ദൈവം ഞാനാണ് ക്രിസ്തു എന്ന് ആ ഒരു ബോധ്യം തനിക്ക് ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ തനിക്ക് മനസ്സിലായി, മുമ്പൊരിക്കൽ ഈ ക്രിസ്തുവിന്റെ സന്ദേശങ്ങൾ അടങ്ങിയ പുസ്തകമാണ് ഞാൻ വലിച്ചേറി കളഞ്ഞത്. ഈ ക്രിസ്തു ദൈവമാണെന്നും രക്ഷകതാവാണെന്നും എനിക്ക് ബോധ്യം കിട്ടിയിരിക്കണം. അന്ന് മുതൽ അദ്ദേഹം ഒരു ക്രിസ്തു വിശ്വാസിയായി മാറി. യേശു ക്രിസ്തുവിൽ നിന്നുണ്ടായ അനുഭവങ്ങളെ മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. ഇത് പറഞ്ഞു വന്നപ്പോൾ വീട്ടിനകത്ത് വലിയ പ്രശ്നമായി. വീട്ടുകാരെല്ലാം പലവട്ടം അവൻ ഉപദേശിച്ചു. പക്ഷെ അദ്ദേഹം കണ്ടതായ ആ അനുഭവിച്ചറിഞ്ഞതായ അനുഭവത്തിൽ നിന്ന് ആർക്കും അദ്ദേഹത്തെ മാറ്റുവാൻ കഴിഞ്ഞില്ല. കാരണം അത്രയേറെ ക്രിസ്തുവിന്റെ സ്നേഹം തന്റെ ഹൃദയത്തെ സ്വാധീനിക്കുവാനായിട്ടിടയായി. അങ്ങനെ താൻ ഒരു ക്രിസ്തു ശിഷ്യനായി മാറി. ഒടുവിൽ ഇവൻ ക്രിസ്തുവിലെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചാൽ സമൂഹത്തിനകത്ത് അവരുടെ ആ ഒരു മഹാത്മ്യം അല്ലെങ്കിൽ ആ ഒരു പേരും പ്രശസ്തിയും ഒക്കെ അത് ബാധിക്കും എന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വീട്ടുകാർ തന്നെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു. ആ വിഷം കഴിച്ചിട്ട്, അറിയാതെ ആ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്ത വിഷം കഴിച്ച് താന് യാത്ര ചെയ്തു പോകുമ്പോൾ വഴിയോരത്തിൽ ബോധരഹിതനായി വീഴുകയും കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് മറ്റു ചിലരാൽ സഹായം ലഭിച്ച് വീണ്ടും അദ്ദേഹത്തിന് ആ മരണകരമായ അവസ്ഥയെ, ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നിലേക്ക് പോകാനൊക്കെ ഇടയായി തീർന്നു. അപ്പൊ ഇവിടെ നോക്കുക, അദ്ദേഹം യേശു ക്രിസ്തുവിൽ നിന്നുണ്ടായ ഒരു അനുഭവം, വ്യക്തിപരമായി താൻ പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് കിട്ടിയ ഒരു അനുഭവം, അതിൽ അദ്ദേഹം ആഴമായി വിശ്വസിച്ചു. ക്രിസ്തു മാത്രമാണ് എന്റെ രക്ഷിതാവ്, ക്രിസ്തു മാത്രമാണ് എന്റെ കർത്താവ്, ക്രിസ്തു മാത്രമാണ് എന്റെ ഗുരുനാഥൻ, ക്രിസ്തുവിനെ ഞാൻ ദൈവമായി അംഗീകരിക്കുന്നത് അദ്ദേഹം സ്വയമായി ചിന്തിച്ചുകൊണ്ട്, ആരും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടല്ല. അദ്ദേഹത്തിനുണ്ടായ വ്യക്തിപരമായ ഒരു അനുഭവത്താൽ ഒരു തീരുമാനമെടുത്ത് വന്നപ്പോൾ വീട്ടിനകത്ത് തന്നെ ഛിദ്രത ഉണ്ടാവുകയാണ്. കൊന്നുകളയാൻ പോലുമുള്ള സാഹചര്യം സ്വന്തം വീട്ടുകാരിൽ നിന്നുണ്ടായതായിട്ട് സാധു സുന്ദർ സിംഗിന്റെ ജീവചരിത്രങ്ങൾ നമുക്ക് വാങ്ങാനായി കിട്ടും. അത് വായിച്ചാൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന അനുഭവങ്ങളെ കാണുവാൻ കഴിയും. അപ്പോ ഇതാണ് കർത്താവ് പറഞ്ഞത്, എന്റെ നാമനിമിത്തം, ഞാൻ വന്നത് നിമിത്തം പലയിടത്തും സമാധാനത്തിന് പകരം ഇത്തരത്തിലുള്ള ഛിദ്രതകളും ഭിന്നതകളും ഉണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇന്നും അത് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്.